റെന്നി ചേട്ടൻ്റെയും സുഹൃത്തുക്കളെയും കൂടി നടത്തുന്ന ഒരു ഫിഷ് ഫാമിൻ്റെ മുൻപിലാണ്. ഇതിൽ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഫിഷ് ഫാമിൽ കരിമീനും അതുപോലെ തന്നെ ചെമ്മീനുമാണ് വളർത്തുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊരു എലിവേറ്റഡ് ഹൗസ് നമ്മൾ നിർമ്മിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഫിഷ് ഫാം കണ്ടു, വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് ശരിക്കും എത്ര നാളത്തെ ഒരു പ്രയത്നമാണ്? ഇതിപ്പോൾ നമ്മൾ ജൂലൈയിൽ തുടങ്ങിയതാണ്, ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ജൂലൈയിൽ ഞാൻ വേറൊരു ഫാമിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു 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 സ്ട്രൈക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു. അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മനോഹരമായ സ്ഥലമായതുകൊണ്ട് നമ്മളൊരു ഇതേപോലത്തെ നിങ്ങളുടെ ഒരു എലിവേറ്റഡ് ഹൗസും കൂടെ ഇവിടെ വെക്കാമെന്നുള്ളൊരു തീരുമാനം അങ്ങനെ വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ തപ്പി നോക്കി, കുറേ കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് മെയിൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇത് എവിടെയെങ്കിലും ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബിൽഡിംഗ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നൊരു ആ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഇത് വളരെ നല്ലതായിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിനകത്തേക്ക് ഈ ഒരു ഇതിലേക്ക് വന്നത്. നമ്മൾ കാണുന്ന പോലെ ഫൗണ്ടേഷൻ അത് ഒരു കോൺക്രീറ്റ് പില്ലേഴ്സിലാണ് നമ്മളിത് ഫുൾ ബേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഓരോ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണുന്നത്, ഇത് ഒരു ഡ്രൈ വാൾ സിസ്റ്റത്തിൽ കൂടിയാണ് ഇതിൻ്റെ വാൾസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സെക്ഷൻസിൽ ഔട്ടർ ഷീറ്റും ഇന്നർ ഷീറ്റും രണ്ടും ഒരു സ്റ്റീൽ ഫ്രെയിംസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഔട്ടർ കവറിങ് കൊടുത്തിരിക്കുന്നത് നിക്കൽ അലുമിനിയം പ്ലേറ്റഡ് ഷീറ്റുകളാണ്. ആക്ച്വലി ഇത് ഒരു 16 mm തിക്നെസ്സിലുള്ള സാൻഡ്വിച്ച് പാനൽ തന്നെയാണ്. ഔട്ടറിൽ ഈ അലുമിനിയം ഷീറ്റും ഇൻസൈഡിൽ അലുമിനിയം ഫോയിലും മിക്സ് ചെയ്തിട്ട് PU ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ലോക്കിംഗ് സിസ്റ്റത്തിലുള്ള ഷീറ്റുകളാണ്. ഏകദേശം 14 അടിയോളം നീളം വരുന്ന ഷീറ്റാണിത്. അതിനകത്ത് 38 സെൻറ്റിമീറ്റർ, അതായത് 14 ഇഞ്ചിനോളം നമുക്ക് ഇതിൻ്റെ വീതിയിൽ ലോക്കിങ്ങിൽ കൂടെയാണ് ഈ ഔട്ടർ ഷീറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ വാൾ TKT പാനൽ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡുകളെല്ലാം നമ്മൾ ഒരു അലുമിനിയം ആംഗിൾ വെച്ചിട്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. വിൻഡോസ് കൊടുത്തിരിക്കുന്ന അലുമിനിയം വിൻഡോസാണ്, സ്ലൈഡിംഗ് വിൻഡോസാണ്. കാരണം കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഓൾട്രേഷൻസും സ്റ്റീൽ വിൻഡോയോ UPVC വിൻഡോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബട്ട് വി ആർ ഗിവൻ അലുമിനിയം സ്ലൈഡിംഗ് വിൻഡോസ്. നമുക്കൊന്ന് അകത്തേക്ക് ഒന്ന് കയറാം. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഇൻസൈഡ് റൂമാണ്, വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണ്. കാണുന്ന പോലെ ഇത് സീലിംഗ് കൊടുത്തിരിക്കുന്നത് PVCയുടെ ഷീറ്റാണ്. 7 mm തിക്നെസ് വരുന്ന PVC ലോക്കിംഗ് ഷീറ്റുമായിട്ടാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് വാൾ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത് TKT പാനൽ വഴിയാണ്, PVC തന്നെയാണ്. ഇതിൽ ഗ്രൂസ് ഉണ്ട്, കുറച്ച് തിക്നെസ് കൂടിയ ഷീറ്റാണ് മാത്രം TKT പാനൽ വെച്ചാണ് ഇൻസൈഡ് പാനൽ. അതുപോലെ ഇലക്ട്രിക്കൽ പോയിന്റ്സുകളെല്ലാം കൊടുത്തിരിക്കുന്നത് കൺസീലിംഗ് ടൈപ്പിലാണ്. ഉള്ളിൽ കൂടിയാണ് വയറെല്ലാം പോകുന്നത്. കാരണം ഇറ്റ്സ് എ ഡ്രൈ വാൾ സിസ്റ്റം, അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. ആക്ച്വലി എല്ലാം ഫെസിലിറ്റീഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാങ്ക് മേളിലാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന അലൂമിനിയം ഡെക്കിംഗ് ഷീറ്റ് വെച്ചിട്ടാണ്. അതുപോലെ ഒരു എപ്പോക്സി വരുന്നുണ്ട്. സോ ഇതൊരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി പൂർത്തിയാക്കിയിട്ടില്ല. വി ആർ ഓൺ ദ പ്രോസസ്. അപ്പോൾ അതിൻ്റെ എപ്പോക്സി കോട്ടിങ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. വി ആർ ഗിവിങ് ഫോർ സാങ്ഷൻ. അപ്പോൾ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലിറ്റിൽ മോർ എന്താ പറയുക, കുറച്ചും കൂടി വിസിബിലിറ്റിയിൽ നമുക്കൊരു വീഡിയോ അടുത്തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കിറ്റ് ഹൗസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊടുക്കുന്നത്. ഇത് പല മോഡൽസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഇത് ഒരു ഫാം ഹൗസായിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തൊക്കെ പുതിയതായിട്ട് സ്ഥലം മേടിച്ച് പണിയാൻ, കൺസ്ട്രക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളിടത്തൊക്കെ പീസായിട്ട് എത്തിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ സിസ്റ്റമാണ്. അങ്കമാലിയിൽ G-Next ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ ഡെമോ ഹൗസുകൾ അങ്കമാലി ചെയ്തിട്ടുണ്ട്. സോ എനിബഡി ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഡെമോ ഹൗസ് വരാം. അതുപോലെ തന്നെ എൻ്റെ പേര് സൈജിൻ കുര്യാക്കോസ്, ഞാനാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. എന്തെങ്കിലും ഇതുമായിട്ട് പ്രീഫാബിനെ കുറിച്ചോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ രീതിയെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. മൈ നമ്പർ 9847281242. താങ്ക് യു വെരി മച്ച്.